ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ജോൺസീസ് വ്ലോഗ്. എല്ലാവർക്കും ഹാപ്പി ഓണം. എല്ലാവരും അടിച്ചു പൊളിക്കുക. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി പായസമാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതെങ്ങനെ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. കാഷ്യൂ, കിസ്മിസ്, ഏലക്കായ 2 പിന്നെ അടുത്തത് പാലാണ്, 1 ഗ്ലാസ് പാല്, പിന്നെ വാട്ടർ 1 ഗ്ലാസ്, പിന്നെ തേങ്ങയാണ് എടുത്തേക്കുന്നത്, അത് 3 to 4 ടേബിൾ സ്പൂൺ, പിന്നെ അരി സോന മസൂരിയാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബസുമതി റൈസോ അല്ലെങ്കിൽ ജീര റൈസോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിപ്പം സോന മസൂരി 1 ടേബിൾ സ്പൂൺ ആണ് എടുത്തേക്കുന്നത്. പിന്നെ പോപ്പിൻ സീഡ്, ഇത് ഞാൻ 3 ടേബിൾ സ്പൂൺസ് ആണ് എടുത്തേക്കുന്നത്. പിന്നെ അടുത്തത് നമുക്ക് ശർക്കര ഉരിയിച്ച് വെച്ചേക്കുന്നതാണ്, അത് നമുക്ക് 1 കപ്പ്. പിന്നെ കാഷ്യൂ, പിന്നെ ബദാമും കൂടി 15 മിനിറ്റ്സ് സോക്ക് ചെയ്ത് വെച്ചാണ് അത്. പിന്നെ അടുത്തത് വന്നിട്ട് ഘീ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ആദ്യം നമുക്ക് പാനിലോട്ട് സോന മസൂരി അരി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിൽ അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു 1 മിനിറ്റ് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പം സോന മസൂരി ഇല്ലെങ്കിൽ ബസുമതി റൈസ് ആണെങ്കിലും കുഴപ്പമില്ല, ഇല്ല ജീര റൈസ് ആണെങ്കിലും കുഴപ്പമില്ല. ഇനി കസ്കസ് ഇട്ട് കൊടുക്കാം. അത് നമുക്ക് നല്ല രീതിയിൽ സോന മസൂരിയും കസ്കസും കൂടി റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് വൈറ്റ് കസ്കസാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ അതൊരു 1 മിനിറ്റ് റോസ്റ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് അത് മാറ്റി വെക്കണം. ഇനി നമുക്ക് മിക്സി ജാറിലോട്ട് തേങ്ങ കൊത്തിട്ട് കൊടുക്കാം. 2 ഏലക്ക ഇട്ട് കൊടുക്കാം. പിന്നെ കാഷ്യൂം ബദാമും കൂടി സോക്ക് ചെയ്ത് വെച്ചേക്കുന്നതാണ് 15 മിനിറ്റ്സ്, അത് ഇട്ട് കൊടുക്കാം. പിന്നെ അരിയും കസ്കസും കൂടി വറുത്ത് വെച്ചേക്കുന്നതും ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ നമുക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ആദ്യം ഇതുപോലെ ഗ്രൈൻഡ് ചെയ്തെടുക്കുക. ഇനി അതിലോട്ട് ഒരു 1/2 ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതും കൂടി നല്ല രീതിയിൽ ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ഇതുപോലെ സോഫ്റ്റായിട്ട് വരണം നമുക്ക് ഗ്രൈൻഡ് ചെയ്ത്. ഭയങ്കര തരിതരിയുടെ ആവശ്യമില്ല. ഇനി നമുക്കൊരു പാനിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ ഘീ ഇട്ട് കൊടുക്കാം. ചൂടായതിന് ശേഷം നമുക്ക് കാഷ്യൂസ് ഇട്ട് വറുത്തെടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ ആവണം, വറുത്ത് കോരി മാറ്റാം. ഇനി നമുക്ക് കിസ്മിസ് ഇടാം. അത് നമുക്ക് വറുത്തെടുത്ത് കോരി മാറ്റാം. ഒരു കടായിലോട്ട് നമുക്ക് ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കാം. ഞാൻ 1 കപ്പ് ശർക്കരയാണ് എടുത്തേക്കുന്നത്. അപ്പം അത് നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ. നല്ല രീതിയിൽ തിളച്ചിട്ടുണ്ട്. ഇപ്പം അതിലോട്ട് നമുക്ക് അരച്ച് വെച്ച ആ ബാറ്റർ അതിലോട്ട് ഇട്ട് കൊടുക്കാം. 1/2 ഗ്ലാസ് പാല് ആ ജാറിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് ചുറ്റിച്ച് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു 1/2 ഗ്ലാസ് വെള്ളവും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ല രീതിയിൽ ഇത് ഇളക്കി കൊടുക്കണം. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണേ, അടി പിടിക്കാണ്ട് നോക്കണം, അതുകൊണ്ടാണ്. അപ്പോൾ ഒരു 3 മിനിറ്റ്സ് നമുക്ക് ഇളക്കി കൊടുത്താൽ മതി. നല്ല ടേസ്റ്റാണ് ഈ പായസം, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കസ്കസും കൊണ്ട് ഇങ്ങനെ ഒരു പായസം ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ കാണും. അപ്പം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ കൺഫ്യൂഷനും മാറിക്കിട്ടും. നല്ല ടേസ്റ്റി പായസമാണ്. ഇതുപോലെ തിക്കായിട്ട് വരണം. അപ്പം അരിയൊക്കെ ഇട്ടേക്കുന്നതുകൊണ്ടാണ് ഇതുപോലെ തിക്കായിട്ട് വന്നേക്കുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ പായസം ഇപ്പോൾ റെഡി ആവുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഒരു 1 മിനിറ്റും കൂടി ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. കാഷ്യൂം കിസ്മിസും വറുത്ത നെയ്യാണ് ഞാനിപ്പം ഒഴിച്ചു കൊടുത്തത്. ഇനി നമുക്ക് കാഷ്യൂം കിസ്മിസും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ല രീതിയിൽ അങ്ങോട്ട് മിക്സ് ചെയ്ത്
എൻ്റെ ചാനലിൽ ഞാൻ ബീട്രൂട്ട് ഹൽവ ഉണ്ടാക്കിയിട്ടുണ്ട്. അതാരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണുക. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പം നമ്മുടെ കസ്കസ് പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.